ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു പോര് നടന്നു. രാഹുൽ ഗാന്ധിയുമായിട്ടാണ് ആ പോര് നടന്നത്. എന്താണ് സംഭവം? പാർലമെന്റിൽ വ്യത്യസ്തമായിട്ടുള്ള രംഗം. പാർലമെന്റ് ഗേറ്റിൽ കോൺഗ്രസ് എംപിമാർ കയ്യിൽ പ്ലക്കാർഡുകളുമായി പ്രതിഷേധിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയും കേന്ദ്രമന്ത്രി രവനീത് സിംഗ് ബിട്ടുവും മുഖാമുഖം വന്നു എന്നുള്ളതാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതിനിടയിൽ രാഹുൽ ഗാന്ധി കോൺഗ്രസ് എംപിമാരെ പ്രശംസിക്കുകയും കേന്ദ്രമന്ത്രി രവനീത് ബിട്ടു രാജ്യദ്രോഹി സുഹൃത്ത് എന്നാണ് രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത്. മറുപടിയായി ബിട്ടു രാഹുൽ ഗാന്ധിയെ രാജ്യത്തിന്റെ ശത്രു എന്നും വിശേഷിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പാർലമെന്റിൽ പ്രതിഷേധിച്ച എംപിമാരെ രാഹുൽ ഗാന്ധി പ്രശംസിച്ചു. ഇതിനിടയിൽ കേന്ദ്രമന്ത്രി രവനീത് സിംഗ് ബിട്ടുവിനെ തന്റെ രാജ്യദ്രോഹി സുഹൃത്ത് എന്ന് വിളിച്ചു. അതുകൊണ്ടാണ് ബിട്ടുവിന് ദേഷ്യം വന്നത്. രാഹുൽ ഗാന്ധിക്ക് നേരെ വിരൽ ചൂണ്ടി ഇയാൾ രാജ്യത്തിന്റെ ശത്രുവാണ് എന്ന് പറഞ്ഞ ശേഷമാണ് രവനീത് സിംഗ് ബിട്ടു അവിടെ നിന്നും നടന്നു നീങ്ങിയത്. പാർലമെന്റിന്റെ കവാടത്തിൽ നടന്ന ഈ സംഭവത്തിൽ രാഹുൽ ഗാന്ധി കോൺഗ്രസ് എംപിമാരെ പ്രശംസിച്ചപ്പോൾ കേന്ദ്രമന്ത്രി രവനീത് സിംഗ് ബിട്ടുവിനെ രാജ്യദ്രോഹി സുഹൃത്ത് എന്ന് അഭിസംബോധന ചെയ്തു. വൈറലായ വീഡിയോയിൽ രാഹുൽ ഗാന്ധി ബിട്ടുവിന് നേരെ കൈ ചൂണ്ടുന്നതായി നമുക്ക് കാണാം. പക്ഷേ ബിട്ടു കൈ നീട്ടുന്നില്ല. രാജ്യദ്രോഹി സുഹൃത്ത് എന്ന പ്രസ്താവനയ്ക്ക് ബിട്ടു ഉടനെ തന്നെ തിരിച്ചടിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 3 തവണ കോൺഗ്രസ് എം പി ആയിരുന്നു രവനീത് സിംഗ് ബിട്ടു. അതുകൊണ്ടാണ് രാജ്യദ്രോഹിയായ സുഹൃത്ത് എന്ന് രാഹുൽ ഗാന്ധി ബിട്ടുവിനെ വിശേഷിപ്പിച്ചത്. 2009 ആനന്ദ്പൂർ സാഹിബിൽ നിന്ന് ആദ്യമായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് 2014 2019 ലുധിയാനയിൽ നിന്ന് വിജയിച്ചു. അതേസമയം ഖാലിസ്ഥാൻ അനുകൂല തീവ്ര ശബ്ദങ്ങളുടെ കടുത്ത വിമർശകനായി കണക്കാക്കപ്പെടുന്ന ബിട്ടു 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് BJP-യിൽ ചേരുന്നത്. ബിട്ടുവിന് 11 വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ചു. പിന്നാലെ 20 വയസ്സുള്ളപ്പോൾ മുത്തച്ഛനും മുൻ പഞ്ചാബ് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബിയാൻ സിംഗിനെ നഷ്ടപ്പെട്ടു. 1999 ഓഗസ്റ്റ് 31 ഛത്തീസ്ഗഡിൽ വെച്ച് ഖാലിസ്ഥാൻ അനുകൂല തീവ്രവാദികൾ ബിയാൻ സിംഗിനെ കൊലപ്പെടുത്തി. 2007 രാഹുൽ ഗാന്ധിയെ കണ്ടുമുട്ടിയ ശേഷമാണ് ബിട്ടു രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി രാജ്യദ്രോഹി സുഹൃത്ത് എന്ന് വിളിച്ചത് ബിട്ടുവിന് തീരെ ദഹിച്ചിട്ടുമില്ല. ന്യൂസ് ഡെസ്ക് മലയാളം.